നമസ്കാരം. അമേരിക്ക ഇറാൻ്റെ മേലൊരു ആക്രമണം നടത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഏറ്റവും ആദ്യം വേദനിക്കുന്നത് GCC രാജ്യങ്ങളിൽ താമസിക്കുന്ന മലയാളികളായിരിക്കും. ആ രാജ്യങ്ങളിൽ അവർ ജീവിക്കുന്നത് ജോലി ചെയ്യാനും കച്ചവടം ചെയ്യാനും അങ്ങനെ അവർ സമ്പാദിക്കുന്ന പണം കൊണ്ട് അവരുടെ കുടുംബം നോക്കാനുമാണ്. നമ്മൾ മലയാളികളെക്കുറിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ആളുകളാണ് അവർ എന്നതുകൊണ്ടാണ്. ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹം വേദനിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരാണുള്ളത്. മലയാളികൾ വേദനിക്കുന്നത് പോലെ തന്നെ തമിഴന്മാരും കന്നഡക്കാരും തെലുങ്കരും ഗുജറാത്തികളും ഹിന്ദിക്കാരുമൊക്കെ വേദനിക്കുന്നുണ്ട്. അവരൊക്കെ അവിടെ പോയി ഒന്നുകിൽ തൊഴിൽ ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുക എന്നതൊക്കെ ചെയ്തത് നമ്മുടെ നാട്ടിലെ ഹഡിൽസുകൾ തടസ്സങ്ങൾ അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. മാനമര്യാദയ്ക്ക് പണിയെടുത്ത് ജീവിച്ചാൽ നല്ല നിലയിൽ പണമുണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. എന്നാൽ ഇവരുടെയൊക്കെ തലയ്ക്ക് മീതെ അശനിപാതമായി മിസൈലുകൾ ചീറിപ്പായുന്നു. ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് വെളുപ്പിനെയുമായി അവിടെയുള്ള മലയാളികളിൽ നിരവധി പേർ വേദനയോടെ കേട്ടത് അവരുടെ രാജ്യം വീണ്ടും ആക്രമിക്കപ്പെടുന്നു, അവരുടെ രാജ്യത്തിൻ്റെ മേൽ മിസൈലുകളും ഡ്രോണുകളും പറക്കുന്നു എന്ന ദുഃഖവാർത്തയാണ്. അതിനുശേഷമാണ് അവർ അറിയുന്നത് ഇത് ഇറാൻ്റെ പ്രതികാര നടപടിയാണ്. ഇറാൻ്റെ ഖ്വാഷം ദ്വീപ് ലക്ഷ്യമാക്കി അമേരിക്കൻ മിസൈലുകൾ പതിച്ചതിൻ്റെ പ്രതികാരമാണെന്ന് അമേരിക്കൻ മിലിറ്ററി അത് പിന്നീട് വ്യക്തമാക്കി. ഖ്വാഷം ദ്വീപിലെ പലയിടങ്ങളിലേക്കും അമേരിക്കൻ മിലിറ്ററി ആക്രമണം നടത്തി. സ്വയം പ്രതിരോധം എന്ന നിലയിലാണ്, സെൽഫ് ഡിഫൻസ് എന്ന നിലയിലാണ് ഈ ആക്രമണമെന്നും ലക്ഷ്യം കണ്ടെന്നും അമേരിക്കൻ മിലിറ്ററി വ്യക്തമാക്കി. അതിനുശേഷമായിരുന്നു ഇറാൻ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ആക്രമണം നടത്തിയത്. നിരവധി ഡ്രോണുകളും മിസൈലുകളും കുവൈറ്റ് ആകാശത്തേക്ക് കുതിച്ചെത്തിയെന്നും അവയെല്ലാം നിർവീര്യമാക്കിയെന്നും കുവൈറ്റ് മിലിറ്ററി അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനും ഇതുതന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബഹ്റൈൻ താമസിക്കുന്ന നിരവധി മലയാളികൾ സ്ഫോടന ശബ്ദം പലയിടങ്ങളിലും കേട്ടതായി അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈൻ്റെ ആകാശത്തുകൂടി മിസൈലുകളും ഡ്രോണുകളും പറക്കുന്നത് നേരിട്ട് കണ്ട നിരവധി പേരുണ്ട്. എന്തുതരം ആഘാതമുണ്ടാക്കി ഈ ആക്രമണങ്ങൾ എന്നും ഏതെല്ലാം നിർവീര്യമാക്കി എന്നൊന്നും വ്യക്തമായി നമുക്കറിയാൻ കഴിയില്ല. ഇവയിൽ ചിലതെങ്കിലും ഈ രാജ്യങ്ങളിൽ നിപതിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ആശങ്ക എവിടെയല്ല, എന്നവസാനിക്കും ഈ യുദ്ധത്തിൻ്റെ നാളുകൾ. 3 മാസമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഇന്ന് ജൂൺ മാസത്തിലേക്ക് കടന്നപ്പോഴും തുടരുന്നു. ഇതിനിടയിൽ വെടിയൊച്ച നിലച്ച ദിനങ്ങൾ ഒരുപാടുണ്ട്. വെടിനിർത്തൽ പ്രാബല്യത്തിലാണ്. പക്ഷെ അതിനിടയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാവുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നവർ എന്നുണ്ടാവും ശാന്തി എന്ന് പരസ്പരം ചോദിക്കുന്നു. റിസ്ക് എടുത്തുകൊണ്ട് വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും വലിയ നിരക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം രൂപപ്പെടുന്നു. എണ്ണയുടെ സപ്ലൈ തടസ്സപ്പെടുന്നു. 3 മാസമായി ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നു. അത് തുറക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നിരവധി ചർച്ചകൾ, അനുനയ ശ്രമങ്ങൾ ഇവയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എല്ലാം. ചർച്ച തുടരുകയാണ്. ഉടനടി യുദ്ധം അവസാനിക്കും എന്ന് ട്രംപ് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെയായി. ഒന്നും സംഭവിക്കുന്നില്ല എന്നത് ഖേദകരമാണ്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സ്ഥിതി അതീവ ദയനീയമാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന GCC രാജ്യങ്ങൾ മറ്റ് വരുമാന മാർഗങ്ങൾ തേടിത്തുടങ്ങി. ലോകമെമ്പാടു നിന്നും UAE-യിലും ബഹ്റൈനിലും കുവൈറ്റിലും സൗദിയിലുമൊക്കെ ജോലിയെടുക്കാൻ വന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് മടങ്ങേണ്ടി വരുന്നു. മലയാളികളും കൂട്ടപ്പലായനത്തിൻ്റെ ഭീതിയിലൂടെ കടന്നു പോകുന്നു. മിസൈലുകളും ഡ്രോണുകളും ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ആർക്കും പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്തതാണ്. 3 മാസം പിന്നിടുമ്പോൾ ചോദ്യം പ്രസക്തമാണ്. ആരാണ് ഈ യുദ്ധം കൊണ്ട് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത്? അമേരിക്കയും ഇസ്രയേലും തോറ്റമ്പിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലരൊക്കെ ആഹ്ലാദ പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും അതല്ല വാസ്തവം. അമേരിക്കയ്ക്ക് ഞൊടിയിടയിൽ ഇറാനെ തീർക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ അയൽ രാജ്യങ്ങളെ അവ അമേരിക്കയുടെ സഖ്യകക്ഷികളായതുകൊണ്ട് അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ യുദ്ധം മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും അധികം നഷ്ടമുണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്കും ഏറ്റവും അധികം ലാഭമുണ്ടാക്കിയിരിക്കുന്നത്, വിജയിച്ചിരിക്കുന്നത് ഇസ്രയേലുമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഇറാനെ നമ്മൾ ഡിഫൻസ് മോഡിൽ കാണണം. ഇറാൻ്റെ ആവശ്യം നിലനിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിച്ചുകൊണ്ട് അവർ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ പൂർണ്ണമായും തോറ്റിട്ടില്ല. പക്ഷേ ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം പതിറ്റാണ്ടുകൾ എടുത്താൽ പരിഹരിക്കാൻ കഴിയില്ല. ദീർഘകാലത്തെ അവരുടെ അധ്വാനം, അവരുടെ പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും അവർ പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രതിരോധം ദുർബലമാണ്. അവരുടെ നേതൃനിര അനേകം പേർ കൊല്ലപ്പെട്ടു. അവരുടെ സമ്പത്ത് ക്ഷയിക്കുന്നു. അവരുടെ എണ്ണ വിപണനം നടത്താൻ കഴിയാതെ വരുന്നു. പക്ഷേ എന്നിട്ടും പിടിച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇറാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇറാൻ ഇപ്പോൾ വിജയമല്ല ലക്ഷ്യം,
പിടിച്ചു നിൽക്കുകയാണ്. മറ്റൊരു രാജ്യമായിരുന്നെങ്കിൽ പണ്ടേ തോറ്റമ്പി അമേരിക്കയ്ക്ക് മുമ്പിൽ കീഴടങ്ങണമായിരുന്നു. ഇനി നമ്മൾ അമേരിക്കയെ നോക്കുക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം കൊണ്ട് ഒരു നേട്ടവും അവർക്കില്ല. സാധാരണഗതിക്ക് അമേരിക്ക ഇത്തരം യുദ്ധത്തിനിറങ്ങുമ്പോൾ അവർ സാമ്പത്തിക ലാഭം ലക്ഷ്യം വയ്ക്കാറുണ്ട്. എണ്ണയുടെ മേൽ നിയന്ത്രണം അവർ ഏറ്റെടുക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ നടത്തിയ വെനസ്വേലിയൻ ഓപ്പറേഷൻ നോക്കുക. പ്രസിഡന്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുവന്ന അമേരിക്കൻ ജയിലിൽ അടച്ചിട്ട് വെനസ്വേല എന്ന രാജ്യത്തിൻ്റെ എണ്ണയുടെ നിയന്ത്രണം അവർ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ട്രംപ് ഇടയ്ക്ക് പറഞ്ഞത്, എണ്ണ വേണ്ടവർ ഞങ്ങളെ ബന്ധപ്പെടൂ, ഞങ്ങൾക്ക് ഈ ഹോർമുസ് കടലെടുക്കൊന്നും ആവശ്യമില്ല, ഞങ്ങൾ നിങ്ങൾക്ക് എണ്ണ തരാമെന്നാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇത് നഷ്ടക്കച്ചവടമാണ്. അവരുടെ മിലിറ്ററി അസറ്റുകൾ പലതും നഷ്ടപ്പെട്ടു. അമേരിക്കൻ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ശതകോടികളാണ് ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്ക ഇതുവരെ മുടക്കിയത്. ₹1 പ്രയോജനമുണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ കയറാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് യുദ്ധം നഷ്ടക്കച്ചവടമാണ്. ₹1 ലാഭമില്ലാത്ത നഷ്ടക്കച്ചവടം. ഏറ്റവും അധികം നഷ്ടം വന്നിരിക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കാണ്. അവർ യുദ്ധത്തിൽ പങ്കാളികളല്ല എന്നോർക്കണം. എണ്ണയ്ക്കപ്പുറത്തേക്ക് സുരക്ഷിത രാജ്യങ്ങൾ എന്ന നിലയിൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് നിക്ഷേപം സ്വീകരിച്ച് മുമ്പോട്ട് പോയിരുന്ന UAEയുടെ അവസ്ഥ എത്ര ദയനീയമാണ്. കുവൈറ്റും ബഹ്റൈനും പോലുള്ള ചെറിയ രാജ്യങ്ങളുടെ അവസ്ഥ എത്ര കഷ്ടമാണ്. ഇസ്ലാമിക മൗലികവാദത്തിൻ്റെ പിടിയിൽ നിന്നും രാജ്യത്തെ രക്ഷിച്ചുകൊണ്ട് ഒരു വികസിത സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സൗദി ഭരണകൂടത്തിനുണ്ടായത് എത്ര വലിയ തിരിച്ചടിയാണ്. ഇവർക്കൊക്കെ തിരിച്ചടികളാവുമ്പോൾ ചിരിക്കുന്നൊരു രാജ്യമുണ്ട്, നേട്ടമുണ്ടാക്കിയ ഒരു രാജ്യമുണ്ട്, ഇസ്രായേൽ. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെങ്കിലും അവർക്ക് ചില ജീവഹാനികൾ സംഭവിച്ചെങ്കിലും കാര്യമായ നഷ്ടം ഇസ്രായേലിനുണ്ടായിട്ടില്ല. അത്ര ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമല്ല, സൈറൻ കേൾക്കുമ്പോൾ തന്നെ ബങ്കറിൽ ഒളിക്കാനുള്ള സൗകര്യവും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുണ്ടായിരിക്കുന്ന നഷ്ടം തുച്ഛമാണ്. ജീവഹാനി ഉണ്ടായിട്ടുണ്ട്, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇസ്രായേലിനുണ്ടായിരിക്കുന്ന നേട്ടം ചില്ലറയല്ല. അവരുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഇറാനെ അവർക്ക് ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു. ഇറാൻ ദീർഘകാലം ഗവേഷണം നടത്തിയും ശതകോടികൾ മുടക്കിയും സൃഷ്ടിച്ചെടുത്ത അവരുടെ സൈനിക സംവിധാനങ്ങളിൽ പകുതിയും തീർത്തു. 3 മാസമായി മിസൈലുകളും ഡ്രോണുകളും വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന് അത് ഇനിയും നിർമ്മിച്ചെടുക്കേണ്ടി വരും. ഒരു മിസൈലും ഡ്രോണും നിർമ്മിക്കാനുള്ള ചെലവ് എത്രയാണെന്ന് ആലോചിക്കാം. അവരുടെ മിസൈൽ ലോഞ്ച് പാഡുകൾ, സൈനിക താവളങ്ങൾ ഒക്കെ നശിപ്പിച്ചു. ഇറാൻ്റെ സൈനിക ശേഷി പകുതിയെങ്കിലുമായി കുറച്ചു. അവരിപ്പോൾ ശ്രമിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ഉള്ളത് സംരക്ഷിക്കാനല്ല. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇറാൻ്റെ ആയുധശേഖരം വളരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വളരെ കൃത്യമായി ഇടപെടൽ നടത്തി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിഞ്ഞു. അമേരിക്ക ഈ യുദ്ധത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് കരുതുക. ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ പ്രതിധ്വനി മറ്റൊരു തരത്തിലാകുമായിരുന്നു. ഇസ്രായേൽ അറബ് യുദ്ധമായി അത് മാറുമായിരുന്നു. അമേരിക്കയുടെ സഹായമുള്ളതുകൊണ്ടാണ് അങ്ങനെ മാറാതെ അറബ് രാജ്യങ്ങൾ ഈ സഖ്യത്തിനൊപ്പം നിൽക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഇറാനെ പരമാവധി ഉപദ്രവിക്കുക, പരമാവധി നഷ്ടമുണ്ടാക്കുക, അവരുടെ ആയുധശേഷി പരമാവധി കുറയ്ക്കുകയാണ്. ഒപ്പം ഇറാൻ്റെ പ്രോക്സി സംഘങ്ങളായ ഹൂത്തികളെയും ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തുകയാണ്. നോക്കൂ, ഇപ്പോഴും ലെബനനിൽ യുദ്ധം തുടരുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പോലും മുമ്പോട്ട് പോവാത്തത് ലെബനിൽ കടുത്ത ആക്രമണം നടത്തുന്നത് കൊണ്ടാണ്. മാർച്ച് 7-ാം തീയതിയോടുകൂടി തുടങ്ങിയ യുദ്ധത്തിൽ ഏതാണ്ട് 3000-ത്തിലധികം ലെബനോൻകാർ കൊല്ലപ്പെട്ടു. ലെബനനിലെ ചിലയിടങ്ങളിൽ ആളുകൾ കൊഴിഞ്ഞു പോവേണ്ടി വന്നു. അങ്ങനെ ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ അതിശക്തമായ യുദ്ധം അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ പശ്ചാത്തലത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയി. അതാണ് പറയുന്നത്, യുദ്ധത്തിലെ ഏറ്റവും വലിയ ജേതാക്കൾ ഇസ്രായേലാണ്. അവരുടെ നിലനിൽപ്പിനെ ബാധിക്കാനിടയുള്ള ഇറാനെ അവർ നിർവീര്യമാക്കി. ഇറാൻ്റെ പ്രോക്സിയായ ഹിസ്ബുള്ളയെ അവർ ഏതാണ്ട് തന്നെ തച്ചുടച്ചു. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ട്രംപിനെ കടുപ്പിക്കേണ്ടി വരും. നെതന്യാഹുവിനോട് മര്യാദയ്ക്കിരിക്കാൻ പറയേണ്ടി വരും. പക്ഷെ അപ്പോഴേക്കും നെതന്യാഹുവും ഇസ്രായേലും അവരുടെ ലക്ഷ്യം സാധിച്ചെടുത്തിരിക്കും. ഇനി ഒരു 25 വർഷം കൂടിയെങ്കിലും കഴിയാതെ ഇറാന് തലപൊക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു.